This video is a part of the PhD research work of Jayashree MP at Banaras Hindu University, Varanasi under the guidance of Professor Dr. Kalyan Khade. The topic is connected with the socio-cultural relevance of coconut. This episode brings to you a nostalgic item related with coconut called Kanda, which is the meristematic region at the crown portion of a coconut palm with high medicinal value, especially for female-oriented health issues. Let us hear more details about Kanda from Srimati Surya Sujan. തേങ്ങയെ പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞല്ലോ. കണ്ട എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണൂരിൽ കണ്ട എന്ന് പറയുമ്പോൾ ഏറ്റവും മുകളിലുള്ള ഭാഗം തേങ്ങയുടെ ഓലയും തേങ്ങകളും വെളിച്ചിങ്ങയും കുലച്ചിലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഭാഷയാണ്. കുലച്ചിലും എല്ലാം കൂടിയുള്ള ആ മണ്ട, ഈ മണ്ട പൊട്ടി വീഴും. അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ കാലവർഷക്കെഴുതിയിൽ വീഴുന്നതല്ലാതെ നമ്മൾ തെങ്ങ് മുറിച്ചു മാറ്റുമ്പോൾ നമുക്ക് ഈ മണ്ട കിട്ടും. അപ്പം ഈ മണ്ടക്കകത്ത് കണ്ടയുണ്ട്. കണ്ട എന്ന് പറയുമ്പോൾ അതിൻ്റെ കാമ്പ്. എന്താണ് കണ്ട? ഈ ഓലയും മട്ടലും വെളിച്ചിങ്ങയും എല്ലാം വരുന്ന ഒരു കൂമ്പില്ലേ, നമ്മുടെ ഓലയൊക്കെ അതിൽ കാണും. അതാണ് കണ്ട എന്ന് പറയുന്നത്. ഈ കണ്ട തെങ്ങ് മുറിഞ്ഞ് പണ്ടൊക്കെ തെങ്ങാണല്ലോ നമ്മളെ വളപ്പിൽ മുഴുവൻ. അപ്പം ഈ കണ്ട ഭയങ്കര ടേസ്റ്റാണ്. കണ്ടതിൻ്റെ ഏറ്റവും ഉള്ളിൽ അടർത്തി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ട്യൂബിൻ്റെ അത്രയും വലിപ്പത്തിൽ ഒരു സാധനമുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം ഇവിടെ ഷാജി തെങ്ങ് മുറിച്ചു, 2 തെങ്ങ്. അപ്പോൾ അവൻ പറഞ്ഞ് ഒന്ന് ഞാൻ എടുത്തോട്ടെ എന്ന് വെച്ചു. അപ്പോൾ എനിക്കിതിൻ്റെ മൂല്യം അറിയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഷാജി അത് നമുക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, ഒരു കണ്ടക്ക് 100 രൂപ കിട്ടും സുരേച്ചി, അച്ചാറാക്കിയിട്ട് വിൽക്കുന്നവരുണ്ട്, കഴിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇതിന് ഒരുപാട് ഔഷധ മൂല്യങ്ങളുമുണ്ട്. അതായത് നമുക്ക് ഈ വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപോക്ക് എന്ന് മലയാളത്തിൽ പറയും, അതിന് ഇത് തേനിലിട്ടിട്ട് ചെറിയ പീസാക്കിയിട്ട് തേനിലിട്ടിട്ട് അത് കഴിച്ചാൽ മതി. അപ്പം ഞങ്ങൾക്ക് പീരിയഡ്സിൻ്റെ വയറുവേദനക്കൊക്കെ പണ്ട് കാലത്ത് അച്ഛൻ ഈ കശുമാവ, നമ്മുടെ നാട്ടിൽ കയ്യമ്മങ്ങ എന്ന് പറയും, അത് നൂല് കൊണ്ട്, കത്തി കൊണ്ട് മുറിക്കില്ല കേട്ടോ, തടിച്ച ട്വൈനിനെ കൊണ്ട് മുറിച്ച് 4 കഷ്ണങ്ങളാക്കി. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഭയങ്കര പെയിന് വരും, വയറുവേദന എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ അതൊന്ന് വായിലിങ്ങനെ ഉള്ളിലിടും, നമ്മളത് വിഴുങ്ങണം. അതുപോലെ ഈ കണ്ടക്ക് അതിനുള്ള മൂല്യമുണ്ട്. പിന്നെ ഈ കണ്ട ജ്യൂസൊക്കെ ആക്കി കുടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഷാജി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് നമുക്ക് ടേസ്റ്റി ഫുഡാണ്, പിന്നെ ഹെൽത്തിയാണ്. പിന്നെ ഇതിനെ കൊണ്ട് അച്ചാറിടാം, പിന്നെ നമുക്ക് ഷെയ്ക്കാക്കാം, പലവിധ ഡ്രിങ്ക്സും ആക്കാം. അത്രയും തെങ്ങ് നമുക്ക് അപ്പം നമ്മൾ തെങ്ങിൻ്റെ ഓല തിന്നുന്നു, മട്ടൽ തിന്നുന്നു. അതാണ് തെങ്ങിന് നോ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം തെങ്ങിൻ്റെ കഴിക്കാം. അതുപോലെ നമ്മൾ തെങ്ങിൻ്റെ ഇളം കള്ളിൽ അവിലിട്ടിട്ട് ഈ ചെറിയ നമ്മൾ ചെറുപ്പക്കാരികൾ 15, 16, 18 വയസ്സുള്ള കാലഘട്ടത്തിൽ കഴിച്ചിട്ടുണ്ട്. അതും ഈ പറയുന്ന പോലെ നമ്മുടെ വൈറ്റ് ഡിസ്ചാർജിനും ഓവർ ബ്ലീഡിങ്ങിനുമൊക്കെ നല്ലതാണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ തെങ്ങിൻ്റെ പൂക്കിലാതി രസായനമൊക്കെ സ്ത്രീകൾ കഴിക്കുന്നുണ്ടല്ലോ, തെങ്ങിൻ പൂക്കില രസായനം എന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടും ഇതും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോട്ടീൻ തന്നെയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതൊക്കെ പഴഞ്ചൊല്ലിലൂടെ മനസ്സിലാക്കിയതാണ്. നമ്മുടെ അന്ന് കാലത്ത് ഗ്രാൻഡ് പാരൻസ്, പ്രത്യേകിച്ച് എൻ്റെ അച്ഛമ്മ, എൻ്റെ അച്ഛൻ, അവരൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് പറയുന്നത്.